വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെള്ളയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രി പടിക്കൽ നടത്തിയ നിരാഹാര സമരം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PK ജയന്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഗവൺമെൻറ് ജനറൽ ആശുപത്രിയിൽ കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് അവിടുത്തെ സാധാരണക്കാർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാത്ത് ലാബ് കൂട്ടിക്കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതുപോലെ തന്നെ ഇവിടെ സ്ഥിരമായിട്ടൊരു ന്യൂറോളജിസ്റ്റ് ഇല്ല. നേരത്തെ ഒരാളുണ്ടായിരുന്ന ആൾ സ്ഥലം മാറിപ്പോയതിനു ശേഷം പുതിയൊരു പോസ്റ്റ് ആരും വെച്ചിട്ടില്ല. പിന്നെ മറ്റൊന്ന് ഇവിടുത്തെ ഓഫീഷ്യൽ ചാർജ് 5 രൂപ എന്നതൊരു 10 രൂപയൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ള രോഗികൾക്ക്, അവിടെ അഡ്മിറ്റ് ആവുന്ന രോഗികൾക്ക് ആവശ്യത്തിലുള്ള മരുന്നുകൾ ലഭിക്കുന്നില്ല. പിന്നെ ഈ കോമ്പൗണ്ടിലുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കണം. ഇങ്ങനെ 3-4 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വെള്ളയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ആശുപത്രി മെഡിക്കൽ ഒരു നിരാഹാര സമരം സംഘടിപ്പിച്ചിട്ടുണ്ട്. എത്ര ആളുകളാണ് സമരത്തിൽ? ഞങ്ങൾ ഈ നിരാഹാരം ഇരിക്കുന്നത് 6 പേരാണ്. നമ്മുടെ വെള്ളയിൽ ബ്ലോക്ക് പ്രസിഡന്റ് കൃഷ്ണകുമാറുണ്ട്, വൈസ് പ്രസിഡന്റ് വിൽഫ്രഡ് ഉണ്ട്, അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീജ സുരേഷ്, പിന്നെ എരഞ്ഞിപ്പാലം മണ്ഡലം പ്രസിഡന്റ് തോമസ്, പിന്നെ യൂത്ത് കോൺഗ്രസ് നേതാവ് നിജാസ്, പിന്നെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുരേഷ് കുമാർ.